പൊന്നാളം ഈറനാം നിലാവിൻ നിഴലും താനേ തെളിഞ്ഞതാവും. അടുത്ത രാമകഥാഗാനലയം മംഗളവൻ തമ്പുരുവിൻ ശ്രുതിലയ സാഗരമേ. പാട്ട് അങ്ങനെയുണ്ട്, പക്ഷെ ഇങ്ങനെയല്ല. അതെ, നിനക്ക് അറിഞ്ഞൂടാത്ത പാട്ട് വെറുതെ നശിപ്പിക്കരുത് കേട്ടോ. പക്ഷെ പാടി, അതുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തത് ശ്രുതിലയ എന്തായിരുന്നു? സാഗരമേ. അതറിയാം കൃത്യമായിട്ട്. അപ്പൊ നെക്സ്റ്റ് അമ്മസ. കമോൺ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ സംഗീതമേ. അത്ര മതി. രണ്ടുപേരി പോരെ? അപ്പൊ സമയതിലപൂർവസായനം അമൃതം ശിവമയ സംഗീതം നിന്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അറിഞ്ഞൂടാത്ത പാട്ട് നീ വെറുതെ ഇവിടെ ഇറക്കരുത്. ആത്മാവിൽ എന്നാത്മസല്ലാപം കഴിഞ്ഞിട്ടാ ഗെയിം കളഞ്ഞു. ഇനി ഞാൻ ജഡ്ജ്മെന്റ് പറയാൻ പോണേ. ഈ ചേട്ടനുണ്ടല്ലോ, പകുതി ലിറിക്സും പാടിയില്ല, പകുതി പാട്ടും അറിയുകയും പാട്ട് പാടുന്നതിലാണല്ലോ. അല്ല പക്ഷെ അമ്മ എല്ലാ പാട്ടും അറിയുകയും ചെയ്തു, എല്ലാ പാട്ടും കൃത്യമായി പാടുകയും ചെയ്തു. സോ അമ്മ is the winner. ഇത് കള്ളക്കളിയാണ്, ഇത് കള്ളക്കളി. ഞാൻ ഇതിനോട് എതിർക്കുന്നു. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മര്യാദക്ക് നല്ല ലിറിക്സും ട്യൂണും ഒക്കെ കൃത്യമായിട്ടുള്ള ഒരു പാട്ട് നീ ഒന്ന് പാടി. പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി, മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി, സരസസുന്ദരി മണി നീ അലസമായി ഉറങ്ങിയോ, കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ. മ്യൂസിക് പോസ്റ്റാണ് നീ ഡഗ്ലസേ, ഞാൻ ആകെ അലഞ്ഞു തിരിഞ്ഞു വരാം. വെറുതെ പോസ്റ്റ് ഒന്നും വിളിക്കല്ലേ കേട്ടാ. അമ്മ, അതെ, പ്രൊഡ്യൂസറെ കണ്ടു. ആൾക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്നോട്. അത് മാത്രമല്ല, എത്ര കോടി വേണമെങ്കിലും എനിക്ക് വേണ്ടി മുടക്കാൻ റെഡിയാണ് ആള്. ഇനി എനിക്ക് വേണ്ടതൊരു കഥയാണ്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് നിങ്ങളുടെ കുട്ടി കളിക്ക് ഞാനില്ല കേട്ടാ. 2 ദിവസത്തേക്കെന്നല്ല, ഇനി 2 വർഷത്തേക്ക് നീ ഇനി ഇവിടെ ഇല്ല. ഞാനവിടെ പോയി നിന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ പോവാ ഞാൻ. മ്യൂസിക്കേ, ദുബായിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ നിനക്കുള്ള ജോലി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പെട്ടിയും പൂട്ടി പോവാനുള്ളത് റെഡിയാക്കുക. അമ്മ പ്ലീസ് അമ്മ, എനിക്ക് ഒരു ലാസ്റ്റ് ചാൻസും കൂടി തായോ. നിനക്ക് ലാസ്റ്റ് ചാൻസാ? എത്ര ചാൻസ് തന്നു മ്യൂസിക്കേ നിനക്ക് ഞാൻ? എന്നിട്ട് നീ വല്ലതും പ്രൂവ് ചെയ്തോ? ഞാൻ ഈ തീരുമാനിച്ചാൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? ഇല്ലല്ലോ. ഇനി മേലെ സിനിമയുടെ പേര് പറഞ്ഞ് ഈ 7 അയലക്കത്ത് വന്നു പോരുത്, കണ്ടല്ലോ. പോണാർന്ന് ഡി, ഞാൻ ഈ തീരുമാനിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഇത് നേരത്തെ എടുക്കേണ്ട ഡിസിഷൻ ആയിരുന്നു. അത് മാത്രമല്ല, ചേട്ടനെ കുറച്ചുകൂടെ ദൂരത്തേക്ക് വിടുന്നതായിരിക്കും നല്ലത്. അല്ലെ UK USA അന്റാർട്ടിക്ക ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മ്യൂസിക്കേ. ഇനി ഒരു ലാസ്റ്റ് ചാൻസ് നിനക്കില്ല. എത്രയും പെട്ടെന്ന് പെട്ടി റെഡിയാക്കാൻ നോക്ക, പോവാൻ റെഡക്ക. മനസ്സിലായല്ലോ? മറളിയോട് വയലിനെ ഡഗ്ലസേ, നിങ്ങൾ രണ്ടുപേരാണ് എൻ്റെ അവസാനത്തെ പ്രതീക്ഷ. ഇത് ഈ പ്രൊജക്റ്റ് ഓണായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. എങ്ങനെയല്ല അമ്മേനെയും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം. അതെ, പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ബുക്സും നിനക്ക് ഇഷ്ടപ്പെട്ട ഷവർമയും ഇതാ ഈ മ്യൂസിക് മേടിച്ചു തരും. അപ്പോൾ എങ്ങനെയും പറഞ്ഞത് മനസ്സിലാക്കുക പ്ലീസ്. എൻ്റെ ലാസ്റ്റത്തെ ഒരു ചാൻസ് ആണത്. എൻ്റെ പൊന്ന് ചേട്ടാ, കുറേ വട്ടമായി ഞാൻ ഇത് കേൾക്കുന്നു. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഓരോരുത്തർക്കും ഓരോ ജോലി ദൈവം വിധിച്ചിട്ടുണ്ട്. അമ്മ പറയണത് കേൾക്കണായിരിക്കും ചേട്ടന് നല്ലത്. കൂടച്ചിരിക്കാൻ 1000 പേർ വരും,
കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. അമ്മ തീരുമാനം ഒന്ന് മാറ്റണം. മനസ്സില്ല. എന്താ അമ്മ പ്ലീസ്. എൻ്റെ മ്യൂസിക്കേ എത്ര കാലമെന്ന് വെച്ചിട്ടാ ഓരോ തവണ നീ ഓരോ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും ഞാൻ വിചാരിക്കും ഓ ഇതിൽ നീ രക്ഷപ്പെട്ടു. എവിടെ രക്ഷപ്പെടാൻ? അമ്മ ട്രസ്റ്റ് മീ, എനിക്ക് നല്ല ഗട്ട് ഫീലിംഗ് ഉണ്ട്. ഇതെന്റെ ബ്രേക്ക് ത്രൂ ആയിരിക്കും. 25 വർഷം കൊണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ എന്നിട്ട് ബ്രേക്ക് ത്രൂ. ഇനി മതി. അമ്മ ഞാൻ 1-2 വർഷമല്ല ചോദിക്കുന്നത്, ആകെ ചോദിക്കുന്നത് 2 ദിവസമാണ്. അതുകൊണ്ട് എന്തുണ്ടാക്കാനാടാ? അമ്മ ഈ പ്രൊഡ്യൂസർ അത്രയും കോൺഫിഡൻ്റ് ആണ്, ഞാനും അതേപോലെ കോൺഫിഡൻ്റ് ആണ്. എനിക്ക് കഥ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മ. അതെനിക്കറിയാം. ഒന്നും ചെയ്യരുത്, എന്നാലേ നീ അവിടെ പണിയെടുക്കത്തുള്ളൂ. അമ്മയ്ക്ക് ഞാൻ ആ മരുഭൂമിയിൽ പട്ടിപ്പണി എടുക്കാനാണ് അമ്മയ്ക്ക് ഇഷ്ടം. നീയേ മരുഭൂമിയിൽ പോയില്ലെങ്കിലേ ഇവിടെ ഞാൻ തലവേദന എടുത്ത് മരിക്കേണ്ടി വരും. അമ്മ എനിക്ക് അവിടെ പോകും. മ്യൂസിക്കെ പറഞ്ഞാ കേട്ടാ മതി. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇത്ര കാലം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ തുള്ളിയില്ലേ. അമ്മ അമ്മ എനിക്ക് നാളെ മറ്റേ ബുക്ക് ഫെയറിന് പോകണം. എവിടെ? കല്ലൂര്. ഫെയറിന് പോണൊക്കെ കൊള്ളാം, പക്ഷെ ചെലവുണ്ടാക്കി കൊണ്ട് വരരുത് കേട്ടാ. പുസ്തകം വാങ്ങിച്ചോണ്ട് വരണ്ട. എൻ്റെ കയ്യിൽ 10 പൈസയിലെടുക്കാൻ. അമ്മ പ്ലീസ് അമ്മ, അവിടെ 25% ഡിസ്കൗണ്ട് ഉണ്ട്. വയലിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവനെ ദുബായിൽ പറഞ്ഞയക്കാനുള്ളതാ. ഓരോ ചില്ലിക്കാശും ഞാൻ സ്വരുക്കൂട്ടി വെച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് അവൾ ഓരോ. അമ്മ പ്ലീസ് അമ്മ. ഒരു പ്ലേസും ഇല്ല. ശരി, ബുക്സ് ഒന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് പോവാൻ സമ്മതിക്കോ? നീ എവിടെയാന്ന് വെച്ചാൽ പോയിട്ട് പാടി. മ്യൂസിക്കേ ദുബായ് പോയല്ലേ? ചൊറിയല്ലേ ഇപ്പോ? അതല്ല പറയണ കേക്ക്. മ്യൂസിക് ദുബായ് പോയിട്ട് വേണം എനിക്കും അമ്മയ്ക്കും അങ്ങോട്ട് വരാൻ, അല്ലേ അമ്മ? അത് ശരിയല്ലേ? നമുക്കൊരു ട്രിപ്പ് അടിക്കാല്ലേ എവിടേക്ക്? അമ്മ അവിടെ ഉണ്ടല്ല ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അമ്മ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെസ്റ്റ് അമ്മ. അവിടെ കുറെ പ്രോമിനന്റ് റൈറ്റേഴ്സ് വരും. അപ്പൊ നമ്മൾ ദുബായ്ക്ക് പോകുന്നു, ആ വഴി ഷാർജ. അതാ. എന്താ മുഖത്തൊരു ശോകം? വയലിനെ ചൊറിയാണ്ട് പോ. ഞാൻ പോയേക്കുക. നിനക്ക് ചായയാണോ കാപ്പിയാണോ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. അമ്മ വയലിന് എത്ര കാലമായി പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട്? വയലിനെ എത്ര കാലമായി പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട്? അതിപ്പോ അവള് ജനിക്കുമ്പോ തന്നെ പുസ്തകം വായിച്ചു തുടങ്ങിയെന്ന് എനിക്ക് തോന്നണേ. എന്തേ? അവൾ ഇതുവരെയായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഇല്ല. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര രൂപയുടെ പുസ്തകങ്ങൾ അവള് മേടിച്ചു കൂട്ടി വെച്ചിരിക്കണേ. സത്യം മ്യൂസിക് അല്ലേ? സത്യം. എണ്ണി നോക്കിയാലുണ്ടല്ലോ ലക്ഷക്കണക്കിന് രൂപയുടെ പുസ്തകം ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട അമ്മ, ഞാൻ പുസ്തകവും കൂടി വായിച്ചിട്ടില്ല. ഞാൻ എന്തോരം തിരക്കഥകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ കേൾക്ക്, ഞാൻ ആകെ 2 ബണ്ടില് പേപ്പർ, കൂടിപ്പോയ 4 ബണ്ടില് ഓരോ മാസവും, അല്ലേ? അതിൽ കൂടുതൽ ഞാൻ എങ്ങനെയും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മ വായനയിലല്ല കാര്യം, ക്രിയേറ്റിവിറ്റിയിലാണ്. ഭാവന. അതുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കണേ? അമ്മ ഞാൻ വയലിന് കുറ്റം പറഞ്ഞൊന്നുമല്ല, ഒരു ഫാക്ട് പറഞ്ഞു തന്നോളൂ. അല്ല നീ പറഞ്ഞത് ശരി തന്നെയാണ്. വയലിന് ഒരു വരി പോലും എഴുതി പബ്ലിഷ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ല പബ്ലിഷ് ചെയ്യണത് പോട്ടെ, ഒരു വരി എഴുതി പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നാലേ ഇന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താടാ? ഇന്ന് പ്രൊഡ്യൂസറെ കണ്ടപ്പോഴേ ഒരു കാര്യം പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു. റാണിക്ക് ഒരു പ്രധാന വേഷം കൊടുക്കണം ഈ പടത്തില്. ഒന്ന് പോടാ, അവൻ എന്നെ മണിയടിക്കാൻ വേണ്ടി വന്നിരിക്കണം. അമ്മ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. വെയിറ്റ് വേണമെങ്കിൽ ഇതാ നമുക്ക് പ്രൊഡ്യൂസർ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കൂടി ചെയ്യാൻ പാടില്ല, സാധാ കോൾ ചെയ്താൽ മതി. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് പോയി കാണാം. ഒന്ന് പോയടാ അവിടുന്ന്. എന്റെ ആവശ്യത്തിന് പോലും ഞാൻ ഒരാളുടെ കൈകാലം പിടിക്കാത്ത ആളാണ് ഞാൻ. പിന്നല്ലേ ഇപ്പൊ നിന്റെ കാര്യത്തിന് അങ്ങോട്ട്. അമ്മയ്ക്ക് ഒരാളുടെ കൈയും കാലും പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, മ്യൂസിക്കാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. എന്റെ മ്യൂസിക് ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് കോരി തരിക്കണം. പക്ഷെ നടക്കുവോ? അമ്മേ 2 ദിവസം, 2 ദിവസം ഞാൻ ചോദിക്കുന്നുള്ളൂ. വാക്ക് സോറി കേട്ടോ.
പീടാ എന്താ എന്തായി? ഞാൻ എഴുതിക്കൊണ്ടിരിക്കണ ഡിസ്റ്റർബ് ചെയ്യില്ലേ? കമോൺ പോ. ജ്യൂസ് കുടിച്ചു. എന്റെ പൊന്നമ്മ, ഞാൻ ഇത് കുടിച്ചപ്പോ വയറ് നിറഞ്ഞു. മ്യൂസിക്കേ, ആ ഈ എഴുത്ത് എന്ന് പറഞ്ഞ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ബുദ്ധി ഉപയോഗിച്ച് വേണം എഴുതാൻ. ബുദ്ധി വേണമെങ്കിലേ പോഷകാഹാര ശരീരത്തിലേക്ക് ചെല്ലണം. ഈ പോഷകാഹാരം ഞാനിപ്പോ 10ാം തവണ കയറ്റുന്നേ. ഇനി ഇത് കുടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഛർദിക്കും, പേപ്പർ മൊത്തം നാശാവും. വേണ്ട, ഞാൻ കുടിച്ചോണ്ട്. അത് ശരി. എന്തായി? ആയിക്കൊണ്ടിരിക്കുന്നു. ബട്ട് ഇപ്പൊ നോക്കല്ലേ, സർപ്രൈസ്. എന്തിട്ട് സർപ്രൈസ്? ആദ്യമേ തന്നെ പിഴക്കരുത്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് അവസാനത്തെ ചാൻസ് ആണ്. ഇതിലും കൂടെ നീ തോറ്റു തുന്നം പാടി കഴിഞ്ഞാൽ നീ ദുബായിൽ ഇരിക്കും കേട്ടോ. അമ്മ, ഞാൻ ദുബായിലും പോണില്ല, അമ്മേനെ ഞാൻ വിഷമിപ്പിക്കുന്നുമില്ല. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ഈ ജ്യൂസ് കുടിക്കും. കുടിക്കടാ. വേണ്ട വേണ്ട. എന്റെ മ്യൂസിക്കെ ഞാൻ ഇതിനകത്ത് നല്ല സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് ഞാനിത് ജ്യൂസ് അടിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് ഇൻഗ്രീഡിയൻസ്? ഇതിനകത്ത് ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ട്, അതുപോലെ ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്, ഓറഞ്ചിന്റെ കൂടെ. പിന്നെ അയ്യോ, ഞാൻ വേറൊരു സാധനം എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് എഴുത്തുകാരന് മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണോ? നിനക്കെന്താ പ്രശ്നം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്താ അത്ര ലേറ്റ് ആയ? ഇതാ ലേറ്റാ? പിന്നെ അമ്മ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ലേറ്റ് ഇത്ര. വയലിനെ, നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇവിടെ ഇത്ര നേരം. അതെ, നീ ഈ ഒരു പ്രായത്തിനുള്ളിൽ എത്ര പുസ്തകങ്ങൾ വായിച്ചു തീർത്തിട്ടുണ്ടാവും ഏകദേശം? ഓ, അതൊക്കെ ഇപ്പൊ എണ്ണാൻ പറ്റിയ കാര്യമാണോ? പോട്ടെ. നീ എപ്പോ മുതലാ വായന തുടങ്ങിയത്? വായന തുടങ്ങിയത് മറ്റേ അപ്പൂപ്പൻ സബ്സ്ക്രിപ്ഷൻ മേടിച്ചു തന്നില്ലേ, അപ്പൊ തൊട്ട്. അപ്പൊ കുറച്ച് വർഷം ആയല്ലോ അല്ലേ? കുറച്ചധികം വർഷമായിട്ടുണ്ടാവും. കുറച്ചധികം വർഷം കൊണ്ട് ഇത്ര അധികം പുസ്തകം കയ്യിലില്ലാത്ത കാശ് കൊടുത്തു പോലും നിനക്ക് ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് നീ ഒരു കവിത എഴുതിയിട്ടുണ്ടോ? അതിന് ഞാൻ കവിയല്ലല്ലോ. ഓ, കവിയായാൽ മാത്രമേ കവിത എഴുതാൻ പാടുള്ളൂ? അതെ. ശരി. എന്നാ പിന്നെ നീ ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുണ്ടോ? അമ്മ, ഞാൻ സ്റ്റോറി ടെല്ലർ അല്ല. ഇതിന് ഷോർട്ട് സ്റ്റോറി എഴുതാൻ വേണ്ടിട്ട് എന്ത് പറഞ്ഞാലും ഉത്തരണ്ട്. എന്നാ പോട്ടെ, ഒരു നോവൽ എഴുതിയിട്ടുണ്ടോ നീ? ഒരു യാത്രാ വിവരണം? എനിക്കൊരു കത്തെങ്കിലും എഴുതിയിട്ടുണ്ടോ നീ? ഇപ്പൊ എന്താ പ്രശ്നം ഞാൻ എഴുതിയില്ലെങ്കിൽ? എഴുതണം. എഴുതി അത് പ്രസിദ്ധീകരിക്കണം. ഇവരെ നോക്ക്, ഇന്നേ വരെ ഒരു തുണ്ടുകടലാസ് പോലും വായിക്കാത്തവനാണ് ഇവൻ. അവൻ എന്തോരം തിരക്കഥകൾ അവിടെ എഴുതി വെച്ചിരിക്കണം. കണ്ടാ നീ? നല്ല ബെസ്റ്റ് തിരക്കഥകളാ. എന്താടി അങ്ങനെ പറയണേ? വായിച്ചു നോക്കി എടുത്തിട്ട്. ഒന്നില്ലെങ്കിൽ ഇത്ര തിരക്കഥ എഴുതി വെച്ചില്ലേ? നീ എന്തെങ്കിലും ട്രൈ എങ്കിലും ചെയ്തോ? എന്റെ പൊന്നമ്മ, എഴുതാത്തതിന് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ അതൊരു പ്രശ്നമല്ലേ? ഇത്ര പുസ്തകം വായിച്ചു കൂട്ടിയിട്ട് ഒരു തുണ്ട് പേപ്പർ പോലും എഴുതിയില്ലെന്ന് പറഞ്ഞാൽ എന്റെ നാണക്കേട് എനിക്കാ. അമ്മയ്ക്ക് മാത്രോ? അപ്പൊ എനിക്കോ? അമ്മ കണക്ക് പറയാണോ? കണക്ക് പറഞ്ഞൊന്നുമല്ല, കണക്ക് പറഞ്ഞതാണ്. അമ്മ കണക്ക് തന്നെയാ പറഞ്ഞ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇത്ര നേരം വലിയ ഡയലോഗ് അടിച്ചല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചോ, 2 ദിവസത്തിനുള്ളിൽ എന്റെ ബുദ്ധി കൊണ്ട് എഴുതിയതിന് 10,000 രൂപ പ്രതിഫലം അമ്മയുടെ കയ്യിൽ കൊണ്ട് ഞാൻ വെച്ചുതരും. 10,000 രൂപയോ? 10,000 രൂപ. അമ്മ, തിരക്കഥ എഴുതി കഴിഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കിട്ടും. ഷെയിം ഓൺ യു. ഈ ജ്യൂസ് നിന്റെ തലയ്ക്കൂടെ ഞാൻ അങ്ങോട്ട് ഒഴിച്ചാലിട്ടല്ല. മിണ്ടാണ്ടിരിക്കട്ടെ അവിടെ. എന്തോ അമ്മ. എന്തായി? എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നു? എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓ, അമ്മയും മോനും കൂടെ ഇൻസ്പെക്ഷന് വന്നായിരിക്കും. വയലിലെ അമ്മയും നീയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർക്ക്. എന്നെ വലിച്ചു കേട്ടല്ല കേട്ടാ. അല്ല വയലിലെ, ഈ 10,000 രൂപ കിട്ടുന്ന കേസാണെങ്കിലേ നമുക്ക് മ്യൂസിക്കിനെയും കൂടി എന്തെങ്കിലും എഴുതിപ്പിച്ചിട്ട് 10,000 രൂപ കിട്ടിയ 10,000 കിട്ടുമല്ലോ. അമ്മ, എന്നെ അവമാനിക്കില്ല കേട്ടാ. ഞാൻ സ്ക്രിപ്റ്റ് മാത്രമേ എഴുതൂ. രണ്ടുപേരും ഇറങ്ങി പോകുന്നുണ്ടോ? അതെ, എനിക്ക് 2 പിള്ളേരും ഒരുപോലെ തന്നെയാ. അല്ലാതെ നീ ഒരു സ്ഥലത്ത് അവനൊരു സ്ഥലത്ത് അങ്ങനെയൊന്നും അല്ല. പിള്ളേരെ അമ്മമാരും അച്ഛന്മാരും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ 2 പേരും നല്ലതാവാൻ വേണ്ടിട്ടാ. അല്ല, എന്തെങ്കിലും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓരോ. ചേട്ടാ, ചേട്ടാ പേപ്പർ തിരിച്ചു ചേട്ടാ. ചേട്ടാ നശിപ്പിക്കല്ലേ ചേട്ടാ. ദാസന്ന എന്ത് പഴഞ്ചൻ പേരാടിയത്. എടി, അങ്ങനെയാണെങ്കിൽ നിനക്ക് മറ്റേ വിജയനും കൂടി ആഡ് ചെയ്തൂടെ? ലിസൺ, ഇതൊക്കെ നമ്മുടെ ശ്രീനേട്ടനെയും സത്യൻ സാറിന്റെ ഒക്കെ പടത്തിൽ വന്നു പോയതാ. എടി, ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഈ പേര്. പിന്നെ ഇതിന് നിനക്ക് പ്രൈസ് കിട്ടാന്ന് വിചാരിക്കണ്ട. ഇതിന് നിനക്ക് ഉണ്ട കിട്ടും. ഉണ്ട.
അമ്മ ഉം. അമ്മ ഓ എന്താണ്? സോറി അമ്മ. എന്തിനാ അത്? അമ്മ ഇന്നലെ ഞാനേ മറ്റേ അമ്മയുടെ പൈസ കളഞ്ഞു, ബുക്ക് മേടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, സോറി. ശാരില്ലാട്ടാ, പോട്ടെ, ഇനി മേലെ ആവർത്തിക്കരുതിട്ടാ. അമ്മ എന്തോ? അമ്മയാണ് എൻ്റെ അടുത്ത് സോറി പറയേണ്ടത്. ഞാൻ എന്തിനാ സോറി പറയണേ? മക്കളല്ലേ സോറി പറയണ്ടേ, അമ്മയല്ലല്ലോ. അമ്മയ്ക്ക് ആരെയും ഐഡിയ പറഞ്ഞു തന്നെ? മ്യൂസിക്. എനിക്ക് അപ്പോഴേ തോന്നി. എന്തേടി? അല്ല അതിന്റെ മ്യൂസിക് എവിടെ? അതല്ലേ രസം, അവൻ പ്രൊഡ്യൂസർ കാണാൻ പോയിരിക്കുക. ഇത്ര പെട്ടെന്ന് കഥ എഴുതി കഴിഞ്ഞ? പിന്നെ എന്തിനാ ഞാൻ അവന്റെ പിന്നാലെ എത്ര ദിവസം നടന്നേ? എഴുതിപ്പിച്ചെടുത്തു ഞാൻ. എന്റെ ഈശ്വരാ, കുട്ടിക്ക് കിട്ടിയാ മതിയായിരുന്നു ദൈവമേ. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്നലെ മറ്റേ 10,000-ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കിട്ടിയാ? കിട്ടിയിട്ടില്ല. പറയണ കേക്ക്. അതെന്താന്ന് വെച്ചാല് ഞാൻ ഇന്നലെ മറ്റേ ബുക്ക് ഫെസ്റ്റിന് പോയിണ്ടായിരുന്നല്ലോ. അപ്പൊ അവിടെ ഒരു ബുക്ക് റിവ്യൂ റൈറ്റിംഗ് കോമ്പറ്റീഷന്റെ പോസ്റ്റർ ഞാൻ കണ്ടു. അതിന്റെ പ്രൈസ് മണിയാണ് ഈ 10,000 രൂപ എന്ന് പറയണത്. എന്റെ ഈശ്വര, അതിലേക്കാണോ മ്യൂസിക്കിനെ കൊണ്ട് എഴുതിക്കണമെന്ന് പറഞ്ഞത്? ഓഹ് ദൈവമേ, നാണക്കേടായി പോയേനെ. അമ്മ ഞാൻ എന്റെ ബുക്ക് റിവ്യൂ എഴുതി കഴിഞ്ഞിട്ടുണ്ടമ്മ. അമ്മ ഒന്നത് വായിക്കാമോ പ്ലീസ്? അമ്മ പ്ലീസ് അമ്മ, ഞാൻ വായിച്ചു തരാം. അമ്മ ജസ്റ്റ് കേട്ടാ മതി. ബാ ഇരിക്കേ. അയ്യോ വയലിനെ പ്ലീസ് 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 അമ്മ, ഇപ്പൊ പെട്ടെന്ന് കഴിയും. കുഞ്ഞത് അത്. ഞാൻ ഇല്ല ഇരിക്കും ഇപ്പൊ കൊണ്ടുവരാം ഞാൻ. ആ മ്യൂസിക്കേ, എന്താ കാര്യം പറ, ജസ്റ്റ് ഒന്ന്. വണ്ടിക്ക് എന്ത് പറ്റി? ആ എടാ എന്തായി? എന്നിട്ട് പോയിട്ടൊന്ന് വരാ. മ്യൂസിക്കേ, അമ്മ ഇന്നലെ ഞാൻ അവിടെ വെച്ചിരുന്ന പേപ്പർ കണ്ടോ? ആര് കണ്ട്? ഞാനൊന്നും കണ്ടൊന്നുമില്ല. അമ്മ ഞാൻ ഇന്നലെ ഇവിടെ എഴുതിക്കൊണ്ടിരുന്നില്ലേ, ആ പേപ്പർ ഇപ്പൊ കാണാനില്ല. ആ പേപ്പർ ഞാൻ എന്റെ കക്ഷത്ത് വെച്ചു. ഒന്നും മിണ്ടാണ്ടിരിക്കടി, അവിടെ പോയി നോക്ക്. അമ്മ ഞാൻ അവിടെ ഫുൾ നോക്കിയത്, അമ്മ എന്റെ റൂമിലൊന്നും കാണാനില്ലത്. ഞാൻ മ്യൂസിക്കിനെ നോക്കിക്കൊണ്ടിരിക്കുവാടി, എന്തായെന്ന് അറിയാണ്ട് എനിക്കൊരു സമാധാനമില്ല സത്യം പറഞ്ഞ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്ക്. ആ ദേ വന്നു. മ്യൂസിക്കേ, മ്യൂസിക് ഒന്ന് പറഞ്ഞിട്ട് പോടാ. അമ്മ 1/2 കിലോമീറ്റർ ഞാൻ തള്ളിക്കൊണ്ട് വന്നാ. ഹലോ മിസ്റ്റർ, ആര് തള്ളി? ഞാൻ തള്ളി. ആര് തള്ളിയാലും എനിക്ക് കാര്യം അറിയണം, ഒന്ന് പറടാ. അമ്മ ആദ്യം വെള്ളം കുടിച്ചിട്ട് നമുക്ക് മ്യൂസിക്, എനിക്ക് താക്കുന്നു. ഞാൻ മ്യൂസിക്, എടാ നിക്കടാ അവിടെ. ആ എന്റെ പൊന്നമ്മ കഥ പറഞ്ഞു പ്രൊഡ്യൂസറിനോട്. കഥ പറഞ്ഞു കഴിഞ്ഞിട്ടേ ആളങ്ങനെ സ്റ്റണ്ടായി നിന്നു. ഓരോ വരിയും ആളുടെ എക്സ്പ്രഷൻസ് കാണണായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആള് എന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ടേ നേരെ വന്ന് ഒറ്റ കെട്ടിപ്പിടിച്ചിട്ട് എന്താ പറയുക പ്രൊഡ്യൂസർ പറഞ്ഞേ? എന്താ പറഞ്ഞേ? കേരള മ്യൂസിക് ബെഞ്ചിലേക്ക്. എന്നിട്ട് എവിടേക്കാണ് ഞങ്ങള് പോയ? നമ്മുടെ പുതുമുഖ നടന്റെ വീട്ടിലേക്ക്. പുതുമുഖ നടനേതാ? നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ മകൻ. ഓ പുള്ളിയാണോ? എന്റെ ആന്റി, നമ്മൾ വീട്ടിൽ കണ്ട മണ്ടനായ മ്യൂസിക് അല്ലായിരുന്നു അവിടെ. ആ കഥ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ പ്രൊഡ്യൂസറുടെയും ആ നടന്റെയും മുഖം പോയ കാണും. അവർ ശരിക്കും ഇമ്പസ് ആയിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, എന്തായാലും കഥ ഓക്കെ ആയോ? കഥ എല്ലാം ഓക്കെ ആയി, സെറ്റാണ്. എന്നാലും മ്യൂസിക്കേ, നീ കഥ എന്നോട് പറയാണ്ട് പോയത് മോശമായി പോയി. എന്റെ പൊന്നമ്മ, ഞാൻ എക്സൈറ്റ്മെന്റിൽ ഡഗ്ലസിനെ വിളിച്ച് അങ്ങോട്ട് പോവാ ചെയ്തത്. എന്നാലും നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, എന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ പ്രൊഡ്യൂസറുടെ അടുത്ത് കഥ വായിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ ശരി ശരി ശരി, കേൾക്ക. അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം മൊത്തം. അതിനു മുന്നേ വയലിനെ കൊടുകൈ കൈതാ. നീ ഇല്ലെങ്കിൽ പ്രൊജക്ട് ഓൺ ആവില്ലായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? പടത്തിൽ നിന്റെ പേരെന്തെന്നറിയോ? എന്താ? സ്റ്റോറി ബൈ വയലിൻ. അതിന് ഞാൻ കഥ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ നടക്കണ? ഒന്ന് പറ തെളിച്ച്. അതൊക്കെ പറഞ്ഞുതരാം. കഥ കേൾപ്പിച്ചേ. അത് കേൾക്കാനല്ലേ മോനെ അമ്മ ഇത്രയും നേരം കാത്തിരുന്നു. വായിക്ക്. ഞെട്ടരുത് ഇല്ല എല്ലാരും. കേക്കടി കഥ, എന്റെ കൊച്ചു എഴുതിയത്. വായിക്ക്. ഓക്കെ. ആത്മാക്കളുടെ ഇടത്താവളമായ അറബിക്കടലിലെ വെള്ളിയാങ്കല്ലിന്റെ കഥ കുറുമ്പി അമ്മയിൽ നിന്ന് കേട്ടു വളർന്ന ദാവൂദ് റൈറ്ററിന്റെ മകൻ ദാസൻ
ഫ്രഞ്ച് കോളനിയിലെ ഇതാണ് നിങ്ങൾ പറയാൻ പോയ കഥ? യെസ് ഇതാണ് പ്രൊഡ്യൂസർക്ക് കേൾപ്പിച്ചു കൊടുത്ത കഥ? യെസ് ഇതാണ് പുതുമുഖ നടൻ നോക്കി പറഞ്ഞ കഥ? അതെ, ഈ കഥക്ക് എന്താണ് ഒരു കുഴപ്പം? എന്റെ പൊന്നമ്മേ, ഇത് കേട്ടിട്ട് നമുക്ക് മനസ്സിലായില്ലേ? അല്ല, ഇത് ഞാൻ എവിടെയോ കേട്ട പോലെ എനിക്കും തോന്നുന്നുണ്ട്. അമ്മ ഈ പേപ്പർ ഏതാന്ന് മനസ്സിലായോ? ഇന്ന് രാവിലെ തപ്പിക്കൊണ്ടിരുന്ന പേപ്പർ അമ്മത്. മ്യൂസിക് എന്തൊരു കഷ്ടാ നോക്ക്. അമ്മ ഏത് പുസ്തകത്തിന്റെ ഇതാന്ന് മനസ്സിലായോ? അമ്മ നമ്മുടെ മുകുന്ദൻ സാർ എഴുതിയ അയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ദാസനും വെള്ളിയാങ്കലും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചേ ഇവിടെ മ്യൂസിക്. ഓ, അത് വേറെ. അമ്മ അല്ലാണ്ട് ഈ മണ്ടന്മാരെ സപ്പോർട്ട് ചെയ്യാൻ നിക്കോ? ഓ, ഈ കഥ കേട്ടിട്ട് സിനിമ പിടിക്കാൻ നടന്ന വേറെ 2 മണ്ടന്മാര്. എന്റെ ദൈവമേ. അതെ, ആരെ മുകുന്ദൻ? ഒറ്റ ഇടിയെന്ന് വെച്ചെന്നാലുണ്ടല്ലോ. എന്റെ ഈശ്വരോ, എന്ത് ചെയ്യാനാന്ന് പറ. ഇങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുമെന്നാ ഞാൻ വിചാരിച്ചത്. അതെ, ഒരു കാര്യം ചെയ്യാം നമുക്കേ ആ റൈറ്റർ അടുത്ത് പോയിട്ട് നമുക്ക് റൈറ്റ്സ് മേടിച്ചാലോ? കേറി അകത്ത് പോയിട്ട് പെട്ടി ഒതുക്കണം. ഇന്ന് തന്നെ ഞാൻ ദുബായിക്ക് പറഞ്ഞു വിടുന്നില്ലേ?